നമസ്കാരം. പാകിസ്ഥാനിലെ ജനത പാക് ഭരണകൂടത്തിന്റെ നെഞ്ചുംകൂട് തകർത്തുകൊണ്ടിരിക്കുകയാണ്. പാക് ഭരണകൂടത്തിന് ഇന്ത്യയിൽ നിന്ന് കൈയടക്കി വച്ചിരിക്കുന്ന കശ്മീരിലെ ജനങ്ങളുടെ ന്യായമായ അവകാശങ്ങൾ പോലും അംഗീകരിച്ചു കൊടുക്കാനോ സാധിച്ചു കൊടുക്കാനോ കഴിയുന്നില്ല. വെറുതെ തീവ്രവാദികളെ പടച്ചുവിട്ടുകൊണ്ട് മറ്റു രാജ്യങ്ങളുടെ മണ്ണിൽ ബോംബിട്ട് കളിച്ചിട്ട് വീരവാദം പറയുന്നതല്ല ഭരണത്തിന്റെ മികവെന്ന് ഇപ്പോൾ പാകിസ്ഥാനികൾക്ക് ഏതാണ്ട് മനസ്സിലായിട്ടുണ്ട്. ഉള്ള ജനങ്ങളുടെ കാര്യം നേരെ ചൊവ്വെ നോക്കാൻ അറിയാത്ത പാകിസ്ഥാൻ ഭരണാധികാരികളാണ് ഇനി ഇന്ത്യയുടെ കശ്മീർ കൂടി പിടിച്ചെടുത്തുകൊണ്ട് എന്തൊക്കെയോ ചെയ്യാൻ പോവുകയാണെന്നുള്ള വീരവാദം എന്നോർക്കുമ്പോൾ പുച്ഛമാണ് തോന്നുന്നത്. പാകിസ്ഥാൻ സർക്കാരിനെതിരെ പാക് അധീന കശ്മീരിൽ നടക്കുന്ന ജനകീയ പ്രക്ഷോഭം രണ്ടാം ദിവസവും അതിപ്രക്ഷുബ്ധമായി. കഴിഞ്ഞ ദിവസം സമരക്കാർക്ക് നേരെ നടത്തിയ വെടിവയ്പിലും അക്രമത്തിലും 2 പേർ കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് നാട്ടുകാർ പ്രതിഷേധം ശക്തമാക്കിയത്. അവാമി ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പാക് അധീന കശ്മീരിൽ ജനകീയ പ്രക്ഷോഭം നടക്കുന്നത്. ചൊവ്വാഴ്ച സമരക്കാരെ തടയാനായി പാക് സേന റോഡിലും പാലത്തിലും മറ്റും സ്ഥാപിച്ച കണ്ടെയ്നറുകൾ സമരക്കാർ പുഴയിലേക്ക് തള്ളിയിട്ടു. നൂറുകണക്കിന് പേർ ചേർന്ന് കണ്ടെയ്നർ പാലത്തിൽ നിന്ന് പുഴയിലേക്ക് തള്ളിയിടുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ചൊവ്വാഴ്ച സമരക്കാരെ നേരിടാനെത്തിയ പാകിസ്ഥാൻ പോലീസിന് നേരെ രൂക്ഷമായ കല്ലേറുണ്ടായി. ഇതോടെ പോലീസ് തിരികെ മടങ്ങേണ്ടി വന്നു. തുടർന്ന് സമരക്കാർ വടികളും മറ്റും കയ്യിലേന്തി പാക് സർക്കാരിനെതിരെയും സേനകൾക്കെതിരെയും മുദ്രാവാക്യം മുഴക്കി. പ്രക്ഷോഭത്തിന്റെ ഭാഗമായി മേഖലയിലെ വ്യാപാര സ്ഥാപനങ്ങളെല്ലാം അടഞ്ഞുകിടക്കുകയാണ്. പൊതുഗതാഗതം പോലും സ്തംഭിച്ചു. പാകിസ്ഥാൻ അധീന കശ്മീരിന്റെ ആവശ്യങ്ങളെ യഥാർത്ഥത്തിൽ അവഗണിച്ച പാകിസ്ഥാൻ ഭരണകൂടത്തിന്റെ ഒടുവിലുള്ള സ്വാർത്ഥതയ്ക്കെതിരെയുള്ള വലിയ പ്രതിഷേധങ്ങളാണ് ഇപ്പോൾ പാകിസ്ഥാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഭക്ഷ്യവില, ഇന്ധനവില, വൈദ്യുതി ചെലവ് എന്നിവയുടെ രൂക്ഷവരവ്, പ്രാദേശിക ജനങ്ങളുടെ അടിസ്ഥാന അവകാശങ്ങൾ നിരസിക്കപ്പെടുക എന്നിവയാണ് ഈ വിപ്ലവത്തിന്റെ മൂലകാരണങ്ങൾ. പാകിസ്ഥാന്റെ മലിനമായ ഭരണഘടനാ ക്രമങ്ങൾ അന്താരാഷ്ട്ര ശ്രദ്ധയിലേക്ക് എത്തിക്കാൻ ഇന്ത്യ ഐക്യരാഷ്ട്രസഭയിൽ ഉൾപ്പെടെ ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് മുന്നോട്ട് വന്നു. എന്നാൽ പാകിസ്ഥാൻ ഭരണകൂടത്തിന് ഇന്ത്യക്കാരുടെ അടുക്കളയുടെ രഹസ്യങ്ങൾ പോലും അറിയാനാണ് എപ്പോഴും ജാഗ്രത. സ്വന്തം കഴിവില്ലായ്മയ്ക്ക് മറ്റു രാജ്യത്തിന്റെ വളർച്ചയ്ക്കുമേൽ തീവ്രവാദികളെ ഭീഷണിയാക്കി ഉയർത്തിക്കൊണ്ട് വന്നിട്ട് കാര്യമില്ല. വൈദ്യുതി ബില്ലുകൾ ന്യായമായ രീതിയിൽ കുറയ്ക്കണമെന്നാണ് പ്രക്ഷോഭകാരികളുടെ പ്രധാന ആവശ്യം. ഇത്ര ചെറിയൊരു കാര്യം പോലും സാധിച്ചു കൊടുക്കാൻ കഴിയാത്ത പാകിസ്ഥാൻ ഭരണകൂടമാണ് അവർക്കെതിരെ ശബ്ദിക്കുന്ന ആൾക്കാരെ കൊന്നൊടുക്കുന്നത്. പാകിസ്ഥാന്റെ ഭരണകൂടം സ്വന്തം ജനങ്ങളുടെ അടിസ്ഥാന അവകാശങ്ങൾ പോലും സംരക്ഷിക്കാൻ തയ്യാറല്ല എന്ന് ഇതോടെ ലോകരാഷ്ട്രങ്ങൾക്ക് മുഴുവൻ മനസ്സിലായിരിക്കുകയാണ്. സൗഹൃദമായ പിന്തുണയോടെയുള്ള ശക്തികരമായ രാഷ്ട്രീയ നിലപാടാണ് മോദി ഇന്ത്യയിലെ ജനങ്ങളോട് കാണിക്കുന്നത്. അതുതന്നെയാണ് ഇന്ത്യയിലെ കെട്ടുറപ്പ്. പാകിസ്ഥാൻ ദുരിതം ഭരണകൂടം നിരാകരിച്ചത്, വിലക്കയറ്റം, സാമ്പത്തിക ചുരുക്കം, സർക്കാർ സേവനങ്ങൾ ഉറപ്പില്ലായ്മ എന്നിവയാൽ പാകിസ്ഥാൻ ജനത ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിടുകയാണ്. ഇത് പാകിസ്ഥാൻ ഭരണകൂടത്തിന് വലിയ വെല്ലുവിളിയാണ് ഇപ്പോൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാൻ സർക്കാരിന്റെ നിലപാട് വാഗ്ദാനങ്ങൾ മാത്രമായി ഒതുങ്ങുകയാണ്. ഒന്നും രണ്ടുമല്ല, 70 വർഷത്തോളമായി ഇതിനു വേണ്ടി അവിടുത്തെ ജനങ്ങൾ പാകിസ്ഥാൻ ഭരണകൂടത്തിനോട് വാക്കുകൾ കൊണ്ടും ഒടുവിൽ തെരുവിലിറങ്ങിയും യുദ്ധം ചെയ്യുന്നു. ഇന്റർനെറ്റ് വിച്ഛേദിച്ചത് വഴി ആശയവിനിമയ നിയന്ത്രണം കൂടി ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുകയാണ് ഇപ്പോൾ പാകിസ്ഥാൻ ഭരണകൂടം. പ്രക്ഷോഭം മുടക്കുന്നതിനായി ആശയവിനിമയ സംവിധാനങ്ങൾ അടച്ച് വളരെയധികം സങ്കീർണത സൃഷ്ടിക്കുകയും ജനങ്ങളുടെ സ്വാതന്ത്ര്യം പിന്നെയും നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്നു. അവകാശങ്ങൾ നൽകാതെ വാശിയും നെറുകേടും കാണിച്ചുകൊണ്ട് ജനങ്ങളെ അടിച്ചമർത്തുക എന്നത് ഭരണകൂടത്തിന്റെ ആയാസകരമായ മാർഗമാണ്. യാതൊരു ഉറപ്പുമില്ലാതെ സ്വന്തം ജനതയോട് ഇതാണിപ്പോൾ പാകിസ്ഥാൻ ഭരണകൂടം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നതാണ് വാസ്തവം. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച